ഹായ്, നമ്മളിപ്പോൾ ധ്യാൻ ചന്ദ് സ്റ്റേഡിയത്തിലാണ്, ഡൽഹിയിലാണ്. വിവോയുടെ ടെക് ഡേ ഈ ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ് ഇവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചുരുക്കി ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ വിവോയുടെ 5G സെക്ഷനിലാണ്. അതായത് ഇവർ 5Gയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ 5Gയിലേക്ക് നൽകിയിട്ടുള്ള ആൾക്കാരാണ്. അതായത് 4000-ലധികം പാറ്റന്റുകളും കാര്യങ്ങളും ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ 8000-ലധികം സബ്മിഷനുകൾ, അതായത് 3GPP-യിലേക്കുള്ള സംഭാവനകൾ ഇവർ നൽകിയിട്ട് ടെക്നോളജിയുടെ ഭാഗത്തേക്ക്. സോ ഒരു വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഹൈ റാങ്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് അലോൺ സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് വിവോ എന്ന് പറയുന്നത്. പ്ലസ് ഡോസ് മോഡ് പോലുള്ള ചില സംവിധാനങ്ങൾ. ഈ ഡോസ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5G ഉപയോഗിക്കുമ്പോൾ ഒരു പവർ സേവിങ്, അതായത് ബാറ്ററി ഓവർ ഡ്രെയിൻ ആവാതിരിക്കാൻ. 5G കണക്ട് ആയാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ബാറ്ററി ലൈഫ് വളരെ വേഗം കുറയാൻ തുടങ്ങും. പക്ഷേ ഇതുണ്ടെങ്കിൽ 5G കണക്ട് ആയതുകൊണ്ട് ബാറ്ററി ഓവറായിട്ട് ഡ്രെയിൻ ആവില്ല. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബാറ്ററി ഡ്രെയിൻ ആവുക. സോ അങ്ങനെ ബാറ്ററി സേവിങ്ങിന്റെ ഭാഗത്തുള്ള ഒരു ടെക്നോളജിയാണ് ഡോസ് മോഡ്. മൾട്ടി സിം ടെക്നോളജി, അതും ഇവരുടെ ഒരു പുതിയ ടെക്നോളജിയാണ്. അതായത് 5G തന്നെ 2 സിമ്മിലും ഒരേ സമയം സൈമിൾട്ടേനിയസ്ലി വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഒരെണ്ണത്തിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അതേസമയം തന്നെ മറ്റേ സിമ്മിൽ നിന്ന് കോൾ എടുക്കാൻ സാധിക്കുന്ന ഒരു നല്ല സെറ്റപ്പും ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് 3D PCB എന്ന് പറയുന്ന മെക്കാനിസം, ഇതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫോണിൽ സാധാരണഗതിയിൽ വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്റ്റാക്ക് മെത്തേഡിൽ വെക്കുകയാണ്. 3D PCBയെ സ്റ്റാക്ക് മെത്തേഡിൽ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ കൂടുതൽ സ്പേസ് ഫോണിനകത്ത് കിട്ടുകയും അതിലൂടെ നമുക്ക് കുറച്ചും കൂടി സ്ലിം ആയ രീതിയിൽ ഫോൺ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഒരു 20% സ്പേസ് മാനേജ്മെന്റ് നമുക്ക് അതിനകത്ത് ഈസി ആയിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ കൂളിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അലോയ് അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളും, കാർബൺ ഫൈബർ ഹീറ്റ് കണ്ടക്ടിംഗ് പ്ലേറ്റുകൾ, ലിക്വിഡ് കൂളിംഗ് വേപ്പർ ചേമ്പർ, മൾട്ടി ലെയർ ഗ്രാഫൈറ്റ് പ്ലേറ്റ് തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫോണിന്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് 5Gയുടെ സെക്ഷനിലേക്കാണ്. നമ്മൾ 5Gയുടെ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഇത് 5Gയുടെ സ്പീഡ് കാണിക്കാനാണ്. ജിയോയുടെ ട്രൂ 5Gയുടെ സ്പീഡാണ്. എന്താണ് ഈ ട്രൂ 5G എന്ന് ചിന്തിക്കേണ്ട, ഇത് സ്റ്റാൻഡ് അലോൺ 5G ആണ്. സ്റ്റാൻഡ് അലോൺ 5G ആൻഡ് നോൺ സ്റ്റാൻഡ് അലോൺ 5G എന്ന് പറയുമ്പോൾ എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ബ്രാൻഡ് സ്ട്രാറ്റജി മാനേജറായ ഭരത് നമ്മുടെ കൂടെയുണ്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞു തരും എന്താണ് ആ സംഭവം എന്നുള്ളത്. സോ എന്താണ് നോൺ സ്റ്റാൻഡ് അലോൺ 5G ആൻഡ് സ്റ്റാൻഡ് അലോൺ 5G, ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞാൽ ഉപകാരമായി. ഇപ്പം സ്റ്റാൻഡ് അലോൺ 5G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത് അത് 5G നെറ്റ്വർക്ക്സിലോട്ട് മാത്രമായിട്ട് ക്യാപ്ചർ ചെയ്യും. മാറി വരില്ല, മാറി വരത്തില്ല. നോൺ സ്റ്റാൻഡ് അലോണിൽ 4Gയിലോട്ട് ഇടയ്ക്ക് പോകും, പിന്നെ 5Gയിലോട്ട് വരും. അത് കാരണം സ്പീഡ് വേരിയേഷൻസ് ഉണ്ടാവും, ഹൈ സ്പീഡ്സ് കിട്ടും സ്റ്റാൻഡ് ഓൺ 5Gയിൽ. അതാണ് ഇപ്പോൾ ജിയോയുടെ അഡ്വാൻറ്റേജ് ഇപ്പം അതാണ് വരാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, നോൺ സ്റ്റാൻഡ് അലോൺ 5G എന്ന് പറയുമ്പോൾ 4G 5G എന്ന് മാറി സ്പീഡ് കാണിച്ചുകൊണ്ടിരിക്കും. സോ സ്റ്റേബിൾ ആയ ഒരു സ്പീഡ് കിട്ടില്ല. ബട്ട് സ്റ്റാൻഡ് അലോൺ 5G ആകുമ്പോൾ 5Gയിൽ തന്നെയായിരിക്കും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. ജിയോ 5G അതാണ് ട്രൂ 5G എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ നമുക്ക് സ്റ്റേബിൾ ആയ സ്പീഡ് കിട്ടുമെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എനിവേ താങ്ക് യു സർ. താങ്ക് യു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം 1.3 GB/s വരെ നമുക്ക് ഈ ഒരു സ്പീഡ് കിട്ടും. ഇതാണ് ട്രൂ 5Gയുടെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. ഇനി സെയ്സ് ഒപ്റ്റിക്കൽസിൻ്റെ പ്രത്യേകതയാണ്. അതായത് സെയ്സിൻ്റെ ഒരു കോട്ടിംഗ് ഈ ലെൻസുകളിൽ കൊടുക്കുമെന്ന് പറയുന്നല്ലോ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. താഴെ DSLR ക്യാമറകളും ഫോണുകളും വെച്ചിട്ടുണ്ട്, ഈ 2 പെയർ വീതം. മുകളിൽ കാണുന്ന സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ DSLR ക്യാമറകളും ലെഫ്റ്റ് സൈഡിൽ സ്മാർട്ട് ഫോണുകളുമാണ്. ഒന്ന് ടോപ്പ് സൈഡുകളിൽ കൊടുത്തിരിക്കുന്നത് സെയ്സ് കോട്ടിംഗ് ഉള്ള ഫോണുകളും DSLR ക്യാമറയുമാണ്. താഴെ സെയ്സിൻ്റെ കോട്ടിംഗ് ഇല്ലാത്തത്. സോ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലൈറ്റോ മറ്റോ ഉള്ള സാഹചര്യം വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടോർച്ച് നമ്മൾ ഇവിടെ നിന്ന് അടിക്കുകയാണെങ്കിൽ, ലൈറ്റ് ഉള്ള സാഹചര്യം വരികയാണെങ്കിൽ സെയ്സ് കോട്ടിംഗ് ഉള്ള ഫോണായാലും DSLR ക്യാമറയായാലും വളരെ നല്ല രീതിയിൽ ആ ലൈറ്റിനെ കൺട്രോൾ ചെയ്യും. ഈ കളറും മറ്റുമൊക്കെ ആക്യുറേറ്റ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. കോൺട്രാസ്റ്റ് ലെവലും മറ്റും നിലനിർത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ബെറ്റർ ആയ റിസൾട്ട് തരുന്നത് ക്ലിയർ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇതാണ് സെയ്സ് കോട്ടിങ്ങിൻ്റെ യഥാർത്ഥ ഉപയോഗം. റിയൽ ലൈഫിൽ നമ്മളതിവിടെ കാണുകയാണ്. ഇതേപോലെ തന്നെ മറ്റു ചില ബെനിഫിറ്റുകൾ കൂടി സെയ്സ് കോട്ടിങ്ങിനുണ്ട്. അതായത് ബോക്കെ ഫ്ലെയർ പോർട്രേറ്റ് മോഡ് പോലുള്ള കാര്യങ്ങൾ. അതിലേക്ക് വരുമ്പോൾ ബയോട്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയുള്ള എഫക്റ്റ് അവരിവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പല തരത്തിൽ അവർ ഇത് കാണിച്ചിട്ടുണ്ട്. ഡിസ്റ്റാഗൺ ഫോർ ഹെക്സാഗൺ ആപ്പച്ചർ ബ്ലേഡ് എഫക്റ്റ്, അതേപോലെ പ്ലാനർ ഫോർ ബിൽനിയർ റൊട്ടേറ്റിംഗ് ഫോക്കസ് എഫക്റ്റ്, സോണാർ ഫോർ ക്രീമി ബോക്കെ എഫക്റ്റ്, അങ്ങനെ പല തരത്തിലുള്ള എഫക്റ്റുകളുണ്ട്. പലതും അവരിവിടെ കാണിച്ചു തന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പല തരത്തിലുള്ള ഡിഫറൻറ്റ് സ്റ്റൈലിലും ക്വാളിറ്റിയിലും നിങ്ങൾക്ക് ബോക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഗുണമായിട്ട് പറയപ്പെടുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് മൂവ് ചെയ്തത് സ്റ്റെബിലൈസേഷൻ്റെ സെക്ഷനിലേക്കാണ്. ഹൊറൈസൺ ലെവൽ സ്റ്റെബിലൈസേഷൻ എന്നൊരു സംവിധാനമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഫോൺ ഇവിടെ നമുക്ക് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഈ ഫോൺ എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും ഇമേജ് നിങ്ങൾക്ക് അവിടെ കാണാം.
സ്ക്രീനിലേക്ക് നോക്കാം. പല തരത്തിൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും ഹൊറൈസൺ ലെവൽ സ്റ്റെബിലൈസേഷൻ 360 ഡിഗ്രി എന്ന സെറ്റപ്പിൽ ഇവിടെ ക്ലിയർ ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു തിങ്ങാണ് ഹൊറൈസൺ ലെവൽ സ്റ്റെബിലൈസേഷൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. പിന്നെ നോർമൽ ഗിംബൽ ക്യാമറ സിസ്റ്റമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ ഗുണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മൾ എങ്ങനെ ഓഡിയോ നടന്നോ എങ്ങനെയുള്ള മൂവിംഗ് സബ്ജക്റ്റുകളെ വീഡിയോ ഫോട്ടോസ് എടുക്കാൻ ശ്രമിച്ചാലും കുറെ കൂടി സ്റ്റേബിൾ ആയ രീതിയിൽ നമുക്ക് വീഡിയോസ് കിട്ടും. അത് ഡാർക്ക് ആയിക്കോട്ടെ, അതായത് നൈറ്റ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഡേ ലൈറ്റ് ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഗിംബൽ ക്യാമറ സിസ്റ്റം വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇതിൽ ഡിഫറൻ്റ് ആയ ഒരു തിങ്ങാണ്. പിച്ച് ഡാർക്കായ റൂമിലൂടെയാണ് നമ്മൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ V1 ചിപ്പ് ഉള്ള ഒരു ഫോണും ഇല്ലാത്ത ഒരു ഫോണും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കത് എന്താണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഒന്ന് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു വീഡിയോയുടെ ഇപ്പോഴത്തെ പ്ലേ ബാക്ക്. കണ്ടോ, ഞാൻ വരുന്നത് V1 ചിപ്പ് ഉള്ള ഫോണിൽ വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് V1 ചിപ്പ് ഇല്ലാത്ത ഒരു ഫോണിലാണതെങ്കിൽ ഈ രീതിയിലായിരിക്കും ആ ഒരു സീൻ റെക്കോർഡായിട്ടുണ്ടാവുക. ബട്ട് V1 ചിപ്പ് ഉള്ള ഫോണിലാണെങ്കിൽ അത് കുറേ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ ഒരു സംഗതിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ അതിൻ്റെ പ്രൊഡക്റ്റ് മാനേജർ, വിവോയുടെ X സീരീസിൻ്റെ പ്രൊഡക്റ്റ് മാനേജറായ സച്ചിൻ നമ്മുടെ കൂടെയുണ്ട്. സച്ചിൻ, എത്രത്തോളം ഇന്റലിജന്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എന്താണ് അതിന്റെ ആവശ്യം? സോ ഈ V1+ ചിപ്പ് ഉള്ളത് കാരണം ലോ ലൈറ്റ് സെനാരിയോയിൽ ഇപ്പം പ്രതാപ് പറഞ്ഞു, ചില സമയത്ത് കസ്റ്റമേഴ്സിന് അറിയില്ല ഏത് മോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ലോ ലൈറ്റ് ഉള്ള സെനാരിയോയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോൺ സൂപ്പർ നൈറ്റ് വീഡിയോ അൽഗോരിതത്തിലോട്ട് പോകും. ഓട്ടോമാറ്റിക് ഫോൺ ചെയ്തോളൂ, നമ്മൾ ചെയ്യേണ്ട. ഫോൺ അത് പ്രോംപ്റ്റ് ചെയ്യും സൂപ്പർ നൈറ്റ് ആണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ രണ്ടാമത്, രാത്രി കാലങ്ങളിൽ തന്നെ ഹൈ ബാക്ക് ലൈറ്റ് സെനാരിയോസ് ഉണ്ടാവും. രാത്രി മാത്രമല്ല, ചില സമയത്ത് നമ്മൾ ബീച്ചിൽ വൈകുന്നേരങ്ങളിൽ പോകുന്നേരം നമുക്ക് ബീച്ചിന്റെ ഒക്കെ വീഡിയോ എടുക്കാൻ തോന്നും. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും സൺസെറ്റിന്റെ ആ സമയത്ത് ഫോൺ ഇന്റലിജന്റ് ആയിട്ട് വീഡിയോ HDR അൽഗോരിതത്തിലോട്ട് മാറി. അതെ, അപ്പം രണ്ട് സമയത്തും, ഒന്ന് ഹൈ ബാക്ക് ലൈറ്റ് ഉള്ള സമയത്തും ലോ ലൈറ്റ് ഓട്ടോമാറ്റിക് ഫോൺ ഡിറ്റക്ട് ചെയ്യും. അൽഗോരിതമാണ് ഇവിടെ ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ. സോ അതാണ് V1+ന്റെ ഒരു മെയിൻ ഘടകമുള്ള ഒരു മെയിൻ ബെനിഫിറ്റ് ഇതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ക്യാമറയിൽ മാത്രമല്ല, ഡിസ്പ്ലേയിൽ ഫ്രെയിം ഇന്റർപോളേഷനിലൂടെ കുറെ കൂടി ബെറ്റർ ആയ വിഷ്വൽ എക്സ്പീരിയൻസ്, അതായത് ഒരു 60 FPS ഒരു കണ്ടന്റ് ആസ്വദിക്കുമ്പോൾ ഫ്രെയിം ഇന്റർപോളേഷനിലൂടെ 90 FPS ആക്കി മാറ്റി അത് യൂസർക്ക് കുറെ കൂടി റിഫൈൻഡ് ആയ ഒരു കണ്ടന്റ് വ്യൂവിംഗ് എക്സ്പീരിയൻസ് തരുന്ന സംവിധാനങ്ങളൊക്കെ ഇവരുടെ ഓരോ ഡെവലപ്മെന്റുകളാണ്. പ്ലസ് ഇതിനൊരു ബെനിഫിറ്റ് കൂടിയുണ്ട്. മറ്റുള്ള ചിപ്പുകളെ പോലെ കൂടുതൽ ബാറ്ററി എടുത്ത് ഡ്രെയിൻ ആക്കുന്ന പരിപാടിയില്ല. 300% പവർ എഫിഷ്യൻസി ഉണ്ട്. അതായത് 72% ലെസ് പവർക്ക് ഇത് യൂസ് ചെയ്യുള്ളൂ. സോ കുറഞ്ഞ പവർ യൂസ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വേണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ് V1+ ചിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നമ്മൾ ഫോൾഡിംഗ് സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഫോണിന്റെ വീഡിയോ കാണാനായി നിങ്ങൾ പലരും വെയിറ്റ് ചെയ്യുന്നത്. സംഗതി ഇവിടെ എൻ്റെ കയ്യിലിരിക്കുവാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് വിവോയുടെ X ഫോൾഡ്. എങ്ങനെയുണ്ട് സംഗതി? കൊള്ളാവോ? മെയിൻ ആയിട്ടും ഇതിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഡുവൽ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. 3D അൾട്രാസോണിക് ഡുവൽ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് സ്കാനിംഗ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സാധാരണ ഫോൾഡിംഗ് ഫോണുകളിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. ബട്ട് ഇവർ പുതിയ സംവിധാനങ്ങളിലൂടെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഫോൾഡിംഗ് ഫോണിനെ സംബന്ധിച്ചത്. ഇനി ഇതിന്റെ ഹിഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹിഞ്ചിന്റെ ബിൽറ്റ് ക്വാളിറ്റിയെ കുറിച്ച് അവർ സെപ്പറേറ്റ് എടുത്ത് പറയുന്നുണ്ട്. എയ്റോ സ്പേസ് ഗ്രേഡ് 6 മെറ്റീരിയലുകൾ, ആ ഒരു ഗ്രേഡിലുള്ള 6 മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ ഹിഞ്ചും കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. 76% സ്ട്രെങ്ത് കൂടുതലാണ് ഇതിന്. അതേപോലെ 21 ടൈംസ് ഗ്രേറ്റർ കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. വെയിറ്റ് ആണെങ്കിൽ 21 ഗ്രാം കുറവുമാണ്. ടോട്ടലി നല്ലൊരു ഹിഞ്ച് മെക്കാനിസമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് 3 ലക്ഷം ടൈംസ് നമുക്കിത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴും ഇതിൻ്റെ ക്രീസ് അത് ഓവറായിട്ട് വരാതെ ഇപ്പം തന്നെ ഇത് ഓൾറെഡി ഉള്ള പോലെ ഇതേ ലെവലിൽ തന്നെ 3 ലക്ഷം തവണ നമ്മളിത് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷവും ഉണ്ടാവും എന്നുള്ള ഒരു സർട്ടിഫിക്കേഷനും കൂടി ഇവർക്കുണ്ട്. TUV റെയിലാൻഡ് റിലയബിൾ ഫോൾഡബിൾസ് ഡിസ്പ്ലേയുടെ ഒരു സർട്ടിഫിക്കേഷനാണ്. സോ ടോട്ടലി ഇതിൽ ബെറ്ററായ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഇവർ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കളർ ചേഞ്ചിങ്, നമ്മൾ വിവോ V23 തൊട്ട് നമ്മൾ കളർ ചേഞ്ചിങ് ബാക്ക് പാനലുകൾ കണ്ടുവരികയാണ്. എന്നാൽ അതിൻ്റെ റിയൽ മെക്കാനിസം എന്താണ് എന്നുള്ളതൊക്കെ അവർ ഈ ഒരു സെക്ഷനിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്കിവിടെ കാണാം. അതിന് മെയിനായിട്ടും ഇങ്ങനെയുള്ള 3 സെക്ഷനുകളായിട്ട് തിരിച്ചാണ് കാണിക്കുന്നത്. ഫോട്ടോക്രോമിക് ലെയർ അടക്കമുള്ള ഒരു ലെയർ നമുക്ക് വരുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. ഇത് കളർ ട്രാവലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ലെയറാണ്. പിന്നെ ഫൈനലായിട്ട് AG ഗ്ലാസിൻ്റെ ഒരു ഫൈനൽ ലെയർ വരും. അങ്ങനെ ഫൈനൽ റിസൾട്ട് ഈ ഒരു ലുക്കിലായിരിക്കും വരിക. ജസ്റ്റ് സൺലൈറ്റിൽ നമ്മൾ ഈ ഒരു ഫോൺ കാണിക്കുമ്പോൾ കളർ ചേഞ്ച് ആവുന്നത് മാത്രമല്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള UV ലൈറ്റുകൾ കൊണ്ടും നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള കളറുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഒരു ഡിഫറൻസസ്.
കണ്ടോ? സോ ഫൈനലി നമ്മൾ വിവോയുടെ ടെക് ഡേയിൽ വന്ന് കാര്യങ്ങളെല്ലാം കണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലെ വർക്കുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്നിവിടെ നേരിട്ട് കാണാൻ സാധിച്ചു. സോ ഇത്രയും ദൂരം വന്നതിൻ്റെ ഉദ്ദേശവും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളത് തന്നെയായിരുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസവുമായിരുന്നു. എന്തായാലും ഇപ്പോൾ അതെല്ലാം സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു വീഡിയോയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ ഗുണങ്ങൾ, ഈ ഓരോ സംഭവങ്ങളുടെയും ഗുണങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.